സീതാറാം യെച്ചൂരിയുടെ വിയോഗം മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നികത്താനാകാത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. സീതാറാം യെച്ചൂരി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വിയോഗത്തിന്റെ ആഘാതം ഓർമ്മിപ്പിക്കുന്നതാണ് തലസ്ഥാനത്ത് CPIM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലും കണ്ടത്. മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് യെച്ചൂരിയുടെ വിയോഗമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയിലെ പ്രമുഖ ബുദ്ധിജീവികളിൽ ഒരാൾ തന്നെയാണ് സഖാവ് സീതാറാം. പക്ഷേ ആ തരത്തിലുള്ള ഒരു ഭാവവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. എല്ലാവരോടും സമഭാവേന ഇടപഴകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. CPIMന് മാത്രമായി ഉണ്ടാകുന്നൊരു നഷ്ടമല്ല സീതാറാമിൻ്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് സീതാറാമിൻ്റെ വിയോഗം പൊതുവിൽ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് തന്നെ വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിവേഗം നികത്താവുന്ന ഒന്നല്ല. മുതിർന്ന CPIM നേതാവ് SRP യെച്ചൂരിക്കൊപ്പം പ്രവർത്തിച്ച 3.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രം ഓർത്തെടുത്തു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി മാത്രമല്ല, മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികളുമായി സൗഹൃദം പുലർത്താനും രാജ്യത്തിൻ്റെ പൊതുവായ അതുപോലെ ജനങ്ങളുടെ പൊതുവായ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് പ്രക്ഷോഭ സമരങ്ങൾ നടത്താനും അതിസമർത്ഥമായി നേതൃത്വം നൽകിയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, പ്രത്യയശാസ്ത്ര വിഷയങ്ങളിലും അതുപോലെ സാർവദേശീയ വിഷയങ്ങളിലും അങ്ങേയറ്റത്തെ അഗാധമായ പാണ്ഡിത്യം, അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അത് പ്രകടമായിരുന്നു. അനുസ്മരണ യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, PB അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ, CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PC വിഷ്ണുനാഥ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, PMA സലാം, മാത്യു ടി തോമസ്, മോൻസ് ജോസഫ് തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.